ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല നാടൻ രുചിയോട് കൂടി ഒരു ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കിയാലോ? അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കിലോ അളവിൽ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റ് ആണ് കേട്ടോ 3/4 കിലോ എന്ന് പറയുന്നത്. ഇത് ഡീവെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിനെല്ലാം തന്നെ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം കേട്ടോ. ചെമ്മീൻ എപ്പോഴും ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ വെയിൻ മാറ്റിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഡ്രെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനിത് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആദ്യം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എരിവുള്ള മുളക് പൊടിയോ അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ അതാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക. എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നല്ല സ്പൈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കൂട്ടാട്ടോ. ഇത് തയ്യാറാക്കുന്ന സമയത്തും കുറച്ചും കൂടി മുളക് പൊടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് അളവിൽ ആവശ്യമില്ല കേട്ടോ മല്ലിപ്പൊടി. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂണൊക്കെ വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഞാനൊരു 1/4 ടീസ്പൂൺ അളവിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആയിരിക്കും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുന്നതിനേക്കാളും കൂടുതൽ നന്നായിട്ട് വരിക കേട്ടോ. അപ്പം അപ്പോഴായിരിക്കുമല്ലോ മിക്സ് ചെയ്തെടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് ചെമ്മീനിലൊക്കെ പിടിച്ച് വരിക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക. ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇനി എല്ലാം കൂടി നമുക്ക് കൈവച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് മിക്സ് ചെയ്തതിന് ശേഷം, അതായത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക. അപ്പോഴായിരിക്കും ഇതൊക്കെ ചെമ്മീനിൽ, അതായത് ഈ ഒരു മസാലയൊക്കെ ചെമ്മീനിൽ നന്നായിട്ട് തന്നെ പിടിച്ച് വരുള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ചെമ്മീൻ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ഡിഷസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നാടൻ രീതിയിലുള്ള കുടംപുളിയിട്ട ചെമ്മീൻ കറി, അതുപോലെ ചെമ്മീൻ റോസ്റ്റിൻ്റെ വീഡിയോ, പിന്നെ ചെമ്മീൻ അച്ചാറ്, ചെമ്മീൻ അതായത് ഉണക്ക ചെമ്മീൻ ഉപയോഗിച്ചിട്ടുള്ള ചമ്മന്തിപ്പൊടി, ഉണക്ക ചെമ്മീൻ അച്ചാറ്, ഉണക്ക ചെമ്മീൻ വെച്ചിട്ടുള്ള റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഡിഷസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം. ഇതിപ്പോൾ കറക്റ്റായിട്ട് മാരിനേറ്റ് ആയിട്ട് വന്നിട്ട് ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ തന്നെ അത് വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് അധികം അളവിൽ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ വരെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 വലിയ സവോള ഇതുപോലെ കനം കുറച്ചിട്ട് നീളത്തിൽ മുറിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെമ്മീനും കൂടി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ അളവിൽ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ആ സമയത്ത് ഒഴിച്ചു കൊടുത്താലും മതിയാവും. പിന്നെ ഇതുപോലുള്ള നാടൻ റെസിപ്പീസൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴായിരിക്കും ആ ഒരു നാടൻ ടേസ്റ്റൊക്കെ ശരിക്കും കിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ സവോള മുഴുവനായിട്ട് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. പകുതി സവോളയും പകുതി ചെറിയുള്ളി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ മുഴുവനായിട്ട് ചെറിയുള്ളി ഉപയോഗിക്കാം. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തന്നെ വരും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. നാടൻ ഒരു ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയൊക്കെ കുറച്ച് നന്നായിട്ട് തന്നെ ചേർക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക. ഇനി സവോള ഒന്ന് വഴന്ന് വരണം. സവോള ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ട് വരുന്ന വരെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോൾ കറക്റ്റായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആദ്യം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി സവോളയിലേക്കുള്ളത് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ 1 ടീസ്പൂൺ അളവിലാണ് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈ പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്കിതുപോലെ ഒന്ന് അതായത് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 1/2 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്ന സമയത്ത്, അതായത് പൊടിച്ചത് കേട്ടോ, ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും ഈ ഒരു ഫ്രൈക്ക്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചെടുക്കാവുന്നില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതായത് പച്ചയ്ക്ക് തന്നെ, അതായത് ചൂടാക്കാതെ തന്നെ പൊടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചെമ്മീൻ ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ആവശ്യത്തിന് വെള്ളം പുറത്തോട്ട് വരും. ഞാൻ ഇതുപോലെ 2 കഷ്ണം കുടംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുടംപുളി എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സോക്ക് ചെയ്യണമെന്നില്ല. സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊക്കെ ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെമ്മീൻ ചൂടായിട്ട് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആവശ്യത്തിന് വെള്ളം പുറത്തോട്ട് വരും.
ആ ഒരു വെള്ളം മതിയാവും ചെമ്മീൻ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ചെമ്മീൻ എന്നൊക്കെ പറയുമ്പോൾ ഇത് കുക്കായിട്ട് വരാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, വളരെ പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഒരുപാട് സമയമൊക്കെ നമ്മൾ ചെമ്മീൻ വേവിച്ചെടുക്കുമ്പോഴാണ് ചെമ്മീൻ ശരിക്കും പറഞ്ഞാൽ റബ്ബർ പോലെ ആയി മാറും. ഇനി ഇതിപ്പോൾ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒന്ന് തുറന്ന് നോക്കാട്ടെ. നമുക്ക് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ ആവശ്യത്തിന് വെള്ളം പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ചെമ്മീൻ്റെ ഉള്ളിൽ നിന്ന് വന്നത് തന്നെയാണ് കേട്ടോ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അതിന് ശേഷം ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതായത് നന്നായിട്ട് ചെമ്മീനൊന്ന് വെന്ത് വരണം. അതിനുശേഷം മാത്രമാണ് നമ്മൾ പിന്നെ ഇത് തുറന്ന് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുള്ളൂ. അപ്പോൾ ചെമ്മീൻ കുക്കായിട്ട് വരുന്ന ആ ഒരു സമയം കൊണ്ട് പുളിയെല്ലാം ചെമ്മീൻ കഷ്ണങ്ങൾ നന്നായിട്ട് തന്നെ പിടിച്ച് വരും. അപ്പോൾ കുടംപുളി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നന്നായിട്ട് വരില്ല. ആവശ്യത്തിനുള്ളൊരു പുളി മാത്രം ഉണ്ടായാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് നന്നായിട്ട് നിന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരട്ടെ. നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടില്ലേ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. ഈ വെള്ളം നമുക്ക് നന്നായിട്ട് തന്നെ വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വരും. ഒരു ചെമ്മീൻ റോസ്റ്റ് ഒക്കെ പോലെ നമുക്ക് ഇത് കഴിക്കാവുന്നതുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ നന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ കൊടുക്കാം കേട്ടോ. പിന്നെ ചെമ്മീൻ വെച്ചിട്ട് പല വെറൈറ്റി റൈസുകളുടെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. ചെമ്മീൻ ചോറ്, അതായത് നാടൻ രുചിയോട് കൂടിയ ചെമ്മീൻ ചോറിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട്. അതുപോലെ കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ചട്ടിച്ചോറിൻ്റെ റെസിപ്പിയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നാടൻ ടേസ്റ്റിലുള്ള വിഭവങ്ങളൊക്കെ ചെമ്മീൻ വെച്ചിട്ടുള്ള വെറൈറ്റി റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ കണ്ടില്ലേ ചെമ്മീൻ ആവശ്യത്തിന് ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അതായത് എത്രയ്ക്ക് ഡ്രൈ ആക്കി എടുക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് ഡ്രൈ ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിർത്താം. ഞാനിപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി കറിവേപ്പില ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് സമയം നമുക്കിത് നല്ല പോലെ തന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത സവാളയൊക്കെ ഉണ്ടല്ലോ, അത് സെപ്പറേറ്റ് ആയിട്ടൊന്നും കിടക്കണില്ല. ഈ ഒരു ചെമ്മീനിൽ ശരിക്കും പറഞ്ഞാൽ ചെമ്മീനിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ചെമ്മീൻ ഫ്രൈ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. സവാള ചേർത്തത് കൊണ്ട് ചെമ്മീൻ റോസ്റ്റ് എന്ന് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും പറയാം. പക്ഷേ ചെമ്മീൻ ഫ്രൈ എന്ന് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു റെസിപ്പി അല്ലേ. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ടേസ്റ്റ് നോക്കിയിട്ട്, അതായത് എരിവൊക്കെ കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാവുന്നത് തന്നെയുള്ള കേട്ടോ. അപ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സമയത്ത് നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടുമല്ലോ ഇതിന്. ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. അപ്പോൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗമൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ ഒന്നും കൂടി നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു ചെമ്മീൻ ഫ്രൈ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. നല്ല നാടൻ രുചിയോട് കൂടിയ ഒരു ചെമ്മീൻ ഫ്രൈയുടെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ നാടൻ വിഭവങ്ങൾ അല്ലെങ്കിൽ നാടൻ റെസിപ്പീസൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അടിപൊളി ചെമ്മീൻ റെസിപ്പി എന്ന് നമുക്ക് പറയാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഇതൊരു സ്റ്റാർട്ടറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാവുന്നത് തന്നെയുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.